ഹേ ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മെഷർമെൻറ്റ് കപ്പോ ഓവനോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പാണ്. നമ്മൾ സാധാ വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പ് മതി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മെഷർമെൻറ്റിൻ്റെ കപ്പില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഇതുകൊണ്ട് നമുക്ക് അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേണ്ട ഇതുപോലത്തെ ഒരു സ്പൂണാണ്. ഇനി കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കപ്പിൻ്റെ മുക്കാലോളം മൈദ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അതേ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറാണ്, അതിട്ട് കൊടുക്കാം. മെഷർമെൻറ്റൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ കേക്ക് ഫ്ലോപ്പായി പോകും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി അതേ സ്പൂണിൽ തന്നെ 1/4 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതേ സെയിം സ്പൂണിൽ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് 2-3 വട്ടമെങ്കിലും അരച്ചെടുത്താൽ അത്രയ്ക്കും നല്ലത്. എല്ലാം കൂടി നല്ല മിക്സായി കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ നേരത്തെ എടുത്ത അതേ കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു വലിയ ബൗളെടുക്കാം. നല്ല വെള്ളമൊന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുക്കാം. അതിലോട്ട് 4 മുട്ട പൊട്ടിച്ചെടുക്കാം. തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കാൻ നോക്കണം. ഇനി അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നില്ല, അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഇനി ഇതൊന്ന് ബീറ്റായി വരുമ്പോഴേക്കും അതിലോട്ട് കുറേശ്ശെയായിട്ട് പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയൊക്കെ നല്ല ബീറ്റായതിന് ശേഷം ഇതുപോലെ ആയപ്പോൾ അതൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണെങ്കിൽ നല്ലത്, വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിലായാലും പ്രശ്നമില്ല. ഇനി അതൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്യാൻ പാടില്ല, കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ആവാതെ നോക്കണം. കുറേശ്ശെയായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്, ഇത് കുറച്ചൊന്ന് ലൂസായി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നു. കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചെടുത്താൽ മതി. തണുപ്പില്ലാത്ത പാലെടുക്കാനായിട്ട് നോക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടും. ഇനി ഇത് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ടിന്നില്ലെങ്കിൽ കുക്കറിലോ മറ്റു പാത്രത്തിലോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് കുറേശ്ശെ ഓയിൽ പുരട്ടി കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേക്ക് പെട്ടെന്ന് ഇളകി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി കേക്കിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ കുറേ സമയം
വെക്കാൻ പാടില്ല. അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് എന്തെങ്കിലും എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ കേക്ക് അവിടെ ഇവിടെ ആയിട്ട് പൊങ്ങി താഴ്ന്നിട്ടും നിൽക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത കുക്കറാണ്. ഇപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വിസിൽ നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. അത് അതിലേക്ക് ആവശ്യമില്ല. ഇനി ഇത് ഒരു 30-35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാനിവിടെ ചോക്ലേറ്റ് മെൽട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ കേക്കിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കാനാണ്. പിന്നെ വിപ്പിംഗ് ക്രീമിലേക്കും കുറേശ്ശെ ഒഴിക്കാനുണ്ട്. അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിവിടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിയോനാൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പോളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കേക്കിന് എത്രയാണോ വേണ്ടത് അത്ര ഒരു അളവിൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. 1/4 കപ്പ് കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നോർമലായിട്ടും ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൊക്കോ പൗഡറിന് പകരം ചോക്ലേറ്റ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ബാക്കി വരുന്ന ചോക്ലേറ്റ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് താഴേക്ക് വീഴാത്ത ഈ ഒരു പാകത്തിന് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം 30-35 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു കത്തി വെച്ച് സൈഡിലേക്കൊന്ന് വരയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കേക്ക് നല്ലപോലെ ഇളകി വന്നിട്ടുണ്ട്. ഇത് നമുക്കിന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാനിവിടെ ഇതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ ഒന്ന് അടിയിലായിട്ട് വരഞ്ഞു കൊടുക്കുക. അങ്ങനെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ക്രീം സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്രീം വേണമെങ്കിലും ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ക്രീം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റിൻ്റെ ഗണേഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിവിടെ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തെടുത്തതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് ലെയർ വെച്ച് അതുപോലെ തന്നെ ക്രീം ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ചോക്ലേറ്റ് ഗണേഷ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനമായിട്ട്
എല്ലാം കൂടി സെറ്റായി വന്നപ്പോൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ കേക്കിനേക്കാളും എനിക്ക് ഇതാണ് എളുപ്പമെന്ന് തോന്നിയിട്ടുള്ളത്. അത് ഫിനിഷ് ചെയ്യാനും നല്ല എളുപ്പമുണ്ടായിരുന്നു. ഇനി ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ ഒരു ട്രേയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ബാക്കി വരുന്ന ബാലൻസൊക്കെ അതിൻ്റെ പാത്രത്തിൻ്റെ അടിയിലായിട്ട് വീഴും. അതൊന്ന് സെറ്റാവുന്നത് വരെ അതിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊഴിച്ചതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ചോക്ലേറ്റ് ഗണേഷ് ഞാൻ കൊക്കോ പൗഡർ വെച്ചാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും കണ്ടോക്കാം. ഇതുപോലത്തെ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിനെ കേക്ക് ട്രേയിലേക്ക് മാറ്റിയെടുക്കാം. നല്ല തണുപ്പായതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് കൂടി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.